ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇറാനി പോളയാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു പോള തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പോള തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതുപോലെ എല്ലില്ലാത്ത പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ടും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീരെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അന്നേരം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ സമയത്ത് നല്ലോണം മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടിക്കോളും. അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മാത്രമുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊന്ന് ജസ്റ്റ് അങ്ങ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഒരുപാട് ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. നല്ലോണം കുക്കായി കിട്ടിയാൽ മതി. ജസ്റ്റ് നിങ്ങൾ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് മതി. ഒരുപാട് കളറൊന്നും മാറിയിട്ട് ബ്രൗൺ കളറൊന്നും ആയി വന്നിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല വഴറ്റിയെടുക്കുന്നത്. ബാക്കിയുള്ള എണ്ണയിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം എടുക്കുന്നത് കേട്ടോ. ഈ ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. കൈ കൊണ്ട് പിച്ചിയിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാതെ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് പേസ്റ്റാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ നോക്കിയിട്ട് ഈ സമയത്ത് ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം ഇളക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു പാകത്തിന് മതി. നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ചും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പോള തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോളയ്ക്ക് സ്പൈസി പോളയാട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് കളർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ പൊടികളൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് അങ്ങ് കളറൊക്കെ മാറിയിട്ട് നല്ലോണം പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കനിലേക്കൊക്കെ നല്ലവണ്ണം ഉള്ളിയുടെ മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 കോഴിമുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള തിക്നെസ്സിൽ നമുക്ക് കിട്ടിക്കോളും. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് വരുമല്ലോ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്തിട്ട് തിക്നെസ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടണം. ഇതാ ഈ ഒരു പാകത്തിന് കേട്ടോ. ഒന്നുകൂടി തിക്കായിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാകത്തിന് മതി.
ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടിയിൽ വെക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ഒരു പാൻ എടുത്ത് വെക്കാം. ഒരു കുഴിയുള്ള പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്തെടുക്കാനായിട്ടും കഴിയും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, നമ്മൾ മുകൾ ഭാഗത്തുകൂടെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് സൈഡ് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണ്ട കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാൻ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ സൈഡ് ഭാഗത്തേക്ക് ഒരുപാട് പോവാതെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ബാറ്റ് വെച്ചിട്ടുണ്ടല്ലോ ചിക്കന്, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നൊന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ മൊത്തത്തിൽ ഞാനിതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം തക്കാളി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിന് മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തക്കാളി വെച്ച് കൊടുക്കുന്നില്ല, ക്യാപ്സിക്കം മാത്രമാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് നമുക്ക് കുക്കായിട്ടില്ല എന്ന് തോന്നും, പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ ഒന്ന് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറൊക്കെ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെക്കുക, എന്നിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കളറൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും. കുക്കായി കിട്ടാനൊന്നുമില്ല, കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കളറൊക്കെ മാറിയിട്ട് സെറ്റായി കിട്ടിക്കോളും. അത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഇഫ്താർ വിരുന്നിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റുള്ളൊരു ഇറാനി പോള തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കിടിലൻ ടേസ്റ്റുള്ളൊരു പോള തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പുറത്തൊന്നും പോവാതെ കറക്റ്റ് സെറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള തന്നെയാണിത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ തന്നെയാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്